for anesthesia services. So, physical status modifier. Anesthesia code use ചെയ്യുന്ന ഒരു modifier ആണ് physical status modifier. They are indicated with the initial letter P followed by single digit from 1 to 6 as listed below. അപ്പോൾ എന്തുണ്ടായിരിക്കും? അവിടെ initial letter P ഉണ്ടായിരിക്കും. And this is followed by അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? 1 to 6 numbers. നമുക്ക് ഈ കോഡ് modifiers നോക്കാം. P1 എന്ന് വെച്ചാൽ നോർമൽ ഹെൽത്തി പേഷ്യന്റ്. അതായത് ക്വസ്റ്റ്യനിൽ നോർമൽ ഹെൽത്തി പേഷ്യന്റ് കണ്ടാൽ നമ്മൾ അനസ്തേഷ്യ കോഡിൽ എന്ത് യൂസ് ചെയ്യണം? P1. മൈൽഡ് സിസ്റ്റമിക് ഡിസീസ് ആണെങ്കിലോ P2. പേഷ്യന്റ് വിത്ത് സിവിയർ സിസ്റ്റമിക് ഡിസീസ് P3. And with severe systemic disease that is a constant threat to life is P4. Moribund patient not expected to survive without operation is P5. Declared brain dead patient whose organs are being removed for donor purpose P6. ഇനി അടുത്ത modifiers ആണ് qualifier circumstances. Though technically not modifier, these codes serve to describe anesthesia services under unusual or difficult circumstances. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത്. അനസ്തീഷ്യ കോഡിന്റെ ഒപ്പം ഈ മോഡിഫയേഴ്സ് നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 99100 അനസ്തീഷ്യ ഫോർ പേഷ്യന്റ് ഓഫ് എക്സ്ട്രീം ഏജ്. എക്സ്ട്രീം ഏജ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നല്ലെങ്കിൽ 1 വയസ്സിന് താഴെ അല്ലെങ്കിൽ 70 വയസ്സിന് എബോ. Then 9916 anesthesia complicated by utilization of total body hypothermia. Control hypotension ആണെങ്കിൽ 99135. Emergency condition 99140. Emergency എന്ന് വെച്ചാൽ എന്താണ്? Is defined as existing when delay in treatment would lead to significant increase in threat to life or body part. നമ്മൾ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്താൽ may result in threat to life or body part. Okay. ഇനി എക്സെപ്ഷൻസ് ഉണ്ട്. 99100 എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് 00326 അനസ്തേഷ്യ ഫോർ ഓൾ പ്രൊസീജിയർ. അതായത് നമ്മൾ പറഞ്ഞു എക്സ്ട്രീം ഏജസ്, അതായത് ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ എബോവ് 70 അല്ലേ. ബട്ട് ലാരിങ്സ് ട്രക്കിയ പ്രൊസീജിയറിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് 00561 കൂടെ, അതായത് അനസ്തേഷ്യ ഫോർ പ്രൊസീജിയർ ഓൺ ഹാർട്ട്, പെരികാർഡിയൽ സാക്, ഗ്രേറ്റ് വെസൽ ഓഫ് ചെസ്റ്റ് വിത്ത് പമ്പ് ഓക്സിജനറേറ്റർ. ഈവൻ ദോ ദ പേഷ്യന്റ് ഇസ് യങ്ങർ ദാൻ 1 ഇയർ, 1 ഇയറിന് താഴെയാണെങ്കിലും ഈ പ്രൊസീജിയറിൽ 00561 കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 00834 അതായത് ഹെർണിയ റിപ്പയർ. Then 836 again in hernia repair in lower abdomen. Infants younger than 37 weeks gestation age at birth, younger than 50 weeks. ഈ എല്ലാ കേസിലും 99100 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. Even though the patient is young than 1 year of age. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണാം. An anesthesiologist provides general anesthesia for a 72-year-old patient with mild systemic disease who is undergoing a ventral hernia repair. How would you report the anesthesia service? അപ്പോൾ നമ്മൾ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ പഠിച്ചു. അപ്പോൾ എന്താണ്? പേഷ്യന്റ് വിത്ത് മൈൽഡ് സിസ്റ്റമിക് ഡിസീസ്. അപ്പോൾ മൈൽഡ് സിസ്റ്റമിക് ഡിസീസ് ആണെങ്കിൽ നമ്മൾ എന്ത് മോഡിഫയർ യൂസ് ചെയ്യണം? P2. അപ്പോൾ ഇവിടെ ഡിയിൽ P2 കാണുന്നില്ല, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 00834 എന്താണ് 832? 832 is the anesthesia for hernial repair in lower abdomen, ventral and incisional hernia. ഇവിടെ എന്താണ്? It is a ventral hernia repair. And 834 എന്താണ്? For hernia repair in the infant 1 year of age or younger. And anesthesia for hernia repair in lower abdomen younger than 1 year. പക്ഷെ പേഷ്യന്റെ ഏജ് എന്താണ്? 72. അപ്പോൾ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? 00834 ഉള്ള രണ്ട് കോഡ് ഉണ്ട്, A and C. We can cancel both. അപ്പോൾ ആൻസർ ഒന്നേ ഉള്ളൂ. ആൻഡ് അഗെയിൻ ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. അഗെയിൻ നമുക്ക് എന്താണ് ഈ കോഡ് നോക്കാം. 99100 അനസ്തേഷ്യ ഫോർ പേഷ്യന്റ് ഓഫ് എക്സ്ട്രീം ഏജ് എന്ന് പറഞ്ഞു. ഒന്നല്ലെങ്കിൽ 1 ഇയറിന് താഴെ അല്ലെങ്കിൽ 70 എബോവ്. ഇപ്പോൾ 72 ഇയർ ആണ്. സോ ആൻസർ ഇസ് ബി 00832 P2, that is mild systemic disease, and the modifier 99100 as the patient is above 70 years old. ഇനി അടുത്തത് anesthesia time. It begins when the anesthesia provider begin to prepare the patient for induction of anesthesia.
ends when he or she is no longer in personal attendance. That is when the patient is safely placed under post-operative supervision. അതായത് എപ്പോൾ സർജറി തുടങ്ങിയെന്നോ സർജൻ വന്നു പോയി ഒന്നുമല്ല. When the anesthesia provider, anesthesia ചെയ്യുന്ന ആൾ എപ്പോൾ വന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഇനി എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ് അനസ്തേഷ്യ ചെയ്യുന്ന ആൾ ലീവ് ചെയ്യുന്നത് വരെയുള്ള ആ സമയം, ദാറ്റ് ഇസ് ദ അനസ്തേഷ്യ ടൈം. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഹെൽത്തി 45-year-old is having a needle thyroid biopsy. Anesthesiologists begin to prepare the patient for surgery at 9. The surgery begins at 9:50, ends at 9:45. Anesthesiologist turns over the care of the patient to the recovery room nurse at 10. What is the appropriate anesthesia code and what is the anesthesia time? നമുക്ക് ടൈം നോക്കാം. ടൈം എന്താ പറഞ്ഞത്? When the anesthesiologist prepare. അപ്പോൾ anesthesiologist prepare ചെയ്യുന്ന സമയം 9 മണിയാണ്. Even though surgery 9:15 തുടങ്ങി 9:45 തീർന്നുവെങ്കിലും it is not the anesthesia time. It is when anesthesiologist begin to prepare. എന്നിട്ട് anesthesia turns over the care of the patient to recovery room nurse. അപ്പോൾ നഴ്സിനെ ടേൺ ഓവർ ചെയ്തിട്ട് അയാളെ ലീവ് ചെയ്യുന്ന സമയം വരെയാണ് എന്ത് അനസ്തേഷ്യ ടൈം. സോ 9 to 10, ദാറ്റ് ഈസ് 1 hour. ഇവിടെ രണ്ടെണ്ണമാണ് 1 hour ഉള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് എ ആൻഡ് ഡി. സോ വി ക്യാൻ റിമൂവ് ഔട്ട് ബി ആൻഡ് സി. ഇനി വാട്ട് ഈസ് 003, 20 and 322? 320 എന്ന് വെച്ചാൽ അനസ്തേഷ്യ ഫോർ ഓൾ പ്രൊസീജിയർ ഓൺ ഈസോഫാഗസ്, thyroid, larynx, trachea, lymphatic system of neck, not otherwise spaced, age 1 year or old, above 1 year ആണ്. ഇത് 45-year-old ആണ്. ആൻഡ് നീഡിൽ ബയോപ്സി ആണെങ്കിൽ 322. ഇവിടെ എന്താ ചെയ്യുന്നത്? നീഡിൽ തൈറോയിഡ് ബയോപ്സി. സോ ദ ആൻസർ ഈസ് ഡി. ആൻസർ ഈസ് ഡി. 00322 1 hour. ഇനി additional procedure, insertion of central venous catheter, insertion of an intra-arterial catheter, insertion of Swan Ganz, transesophageal echocardiography, procedure performed for postoperative pain. ഇതിനെല്ലാം നമ്മൾ അനസ്തേഷ്യ കോഡ് യൂസ് കൂടാതെ ഇത് കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി കുറച്ചുകൂടെ മോഡിഫയർ. anesthesia service performed personally by anesthesiologist. AD, medical supervision by a physician, more than 4 concurrent anesthesia procedure. QK, medical direction of 2, 3, 4 concurrent anesthesia procedure involving qualified individual. QY is medical direction of 1 certified CRNA, this is a nurse anesthetist. Then QX CRNA service, medical direction by physician. Without medical direction ആണെങ്കിൽ എന്താണ്? QZ. ഇനി മൂന്നെണ്ണം കൂടെ. QS, it is monitored anesthesia care service. Monitored anesthesia care for deep complex complicated markedly invasive surgical procedure ആണെങ്കിൽ G8. G9 is monitored anesthesia care for patient who has history of severe cardiopulmonary condition. Okay. The anesthesiologist perform MAC, monitored anesthesia care for a patient undergoing an arthroscopy of right knee. അപ്പോൾ MAC എന്താണ് നമ്മൾ മോഡിഫയർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് QS. QS is monitored anesthesia care service and AA എന്താണ്? Anesthesia service personally performed by anesthesiologist. അപ്പോൾ anesthesiologist ആണ് ഇവിടെ anesthesia ചെയ്യുന്നത്. So we have to code what? AA for anesthesiologist and MAC ന് നമ്മൾ QS. Okay. So ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, B and D. And what is 01382 and 01400? 01382 is the anesthesia for diagnostic arthroscopic procedure of knee joint. And 1400 is anesthesia for open or surgical arthroscopic procedure. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ undergoing arthroscopy of right knee, അത് ഡയഗ്നോസ്റ്റിക് ആണോ സർജറി ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സർജറി എന്ന് എടുത്ത് പറയാത്തത് കൊണ്ട് we are using diagnostic arthroscopic procedure. Okay, so we are using B, selecting the code B, 01382 AA QS. So the answer is B, 01382 AA QS.